അപ്പോൾ 13ാമത്തെ പേജിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ. ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? അതായത് ഈ കഥയിൽ ആരാണ് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us അബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ? എന്താണ് ഈ കഥ നമ്മളോട് അനുകമ്പയെക്കുറിച്ച് പറയുന്നത്? ഇതാണ് ചോദ്യം. അതാണ് ഹൂ സഫേഴ്സ് ദ മോസ്റ്റ്, ആരാണ് ഏറ്റവും കൂടുതൽ ഈ കഥയിൽ സഹിക്കുന്നത്? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽസ് us? എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? എബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ, അതായത് ദയയുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മളോട് എന്താണ് കഥ പറയുന്നത്? ഓക്കെ. ദ ഓൾഡ് മാൻ, ദ ഏഞ്ചൽ, സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി. അതായത് ഇവിടെ ആ ഓൾഡ് മാൻ, അതായത് പ്രായമായിരിക്കുന്ന ആ വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധൻ അല്ലെങ്കിൽ ഏഞ്ചൽ ആണ് സഫേഴ്സ് സഹിക്കുന്നത്. ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി, ഏറ്റവും കൂടുതൽ ഈ കഥയിൽ സഹിക്കുന്നത് അവനാണ്. ഓക്കെ. ഡിസ്പൈറ്റ് ഹിസ് മിസ്റ്റീരിയസ് ആൻഡ് പോസിബിലി ഡിവൈൻ നേച്ചർ, ഡിസ്പൈറ്റ് ഹിസ് മിസ്റ്റീരിയസ് ആൻഡ് പോസിബിലി ഡിവൈൻ നേച്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവനിലുണ്ടായിരുന്ന ഈ രണ്ട് കാര്യങ്ങളും അവനിലുണ്ടായിരുന്നു. ഏതെല്ലാമാണ്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഹിസ് മിസ്റ്റീരിയസ്, അതായത് രഹസ്യാത്മതയും, ആൻഡ് പോസിബിലി ഡിവൈൻ നേച്ചർ, അവന്റെ ആ ദൈവത്വപരമായ സ്വഭാവവും. ഹി ഈസ്, ഉണ്ടായിരുന്നിട്ടും, എന്താണ്? ഇവ രണ്ടും ഉണ്ടായിരുന്നിട്ടും, രഹസ്യാത്മകതയും ദൈവത്വപരമായ സ്വഭാവവും അവൻ ഉണ്ടായിരുന്നിട്ടും, ഹി ഈസ് ട്രീറ്റഡ് വിത്ത് നെഗ്ലക്ട്, അവനെ എങ്ങനെയാണ്? നെഗ്ലക്റ്റോട് കൂടി, ശ്രദ്ധയില്ലാതെ ആരും വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈവൻ ക്രൂവാലിറ്റി, അതുപോലെ തന്നെ അവനോട് ക്രൂരതയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ പീപ്പിൾ അറൌണ്ട് ഹിം, അവന് ചുറ്റുമുള്ള ജനങ്ങൾ അവനോട് കാണിച്ചത് ഇതെല്ലാമാണ്. ഹി എൻജോയ്സ് ഫിസിക്കൽ പെയിൻ, അവൻ എന്താണ്? ശാരീരികമായിട്ടുള്ള വേദന അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്നു. ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടുന്നു. വിത്തൗട്ട് റെസിസ്റ്റൻസ് ഓർ കംപ്ലൈന്റ്, അതിന് എതിരെ പ്രതികരിക്കാതെയോ പരാതി പറയാതെയോ അവൻ ഇവയെല്ലാം സഹിക്കുന്നു. ഹിസ് ക്വയറ്റ് സഫറിംഗ് സ്റ്റാൻഡ്സ് ഇൻ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ടു ദ ഗ്രീഡ് ആൻഡ് ഇൻഡിഫറൻസ് ഓഫ് പെലേയോ, എലസെൻഡ ആൻഡ് ദ വില്ലേജേഴ്സ്. അവന്റെ ഈ യാതനകളും ബുദ്ധിമുട്ടുകളും എല്ലാം അവൻ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ഈ വില്ലേജിൽ, ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ നിസ്സംഗത, ഇൻഡിഫറൻസും ഓഫ് എലസെൻഡ ആൻഡ് ദ വില്ലേജേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ആർത്തി, ഗ്രീഡും, ഇത് രണ്ടിനും മുൻപിൽ അവന്റെ ഈ നിസ്സംഗതയോട് കൂടിയുള്ള പെരുമാറ്റം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു. ദ സ്റ്റോറി റിമൈൻഡ്സ് us, ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ സ്റ്റോറി? ഹൗ ഈസിലി കമ്പാഷൻ ഈസ് ലോസ്റ്റ് വെൻ വണ്ടർ ബിക്കംസ് എന്റർടൈൻമെന്റ് ഓർ പ്രോഫിറ്റ്. എപ്പോഴാണോ നമ്മളിൽ അതിശയം എന്റർടൈൻമെന്റിന് അല്ലെങ്കിൽ രസത്തിനു വേണ്ടി, രസിക്കുന്നതിലേക്ക് വേണ്ടി മാറുമ്പോഴോ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ പ്രയാസങ്ങളും ലാഭത്തിലേക്ക് വേണ്ടി മാറുമ്പോൾ മനുഷ്യന് എന്ത് പറയുന്നു? അനുകമ്പ നഷ്ടപ്പെടുന്നു. ഓക്കെ. ത്രൂ മാജിക്കൽ റിയലിസം, ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഈ കഥ എഴുതുന്ന മെത്തേഡിലൂടെ മറസ്കു ഏർജസ് us ടു സീ ദ എക്സ്ട്രാ ഓർഡിനറി ഇൻ അതേഴ്സ്, നമ്മളെ ഈ കഥ എഴുതിയിരിക്കുന്ന കഥാകൃത്ത് എന്താണ്? മറ്റുള്ളവരിലുള്ള ആ പ്രത്യേകതകൾ കാണുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ആൻഡ് ട്രീറ്റ് ദം വിത്ത് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ അവന് മഹത്വത്തോടു കൂടിയും ആഠ്യത്വം നൽകിക്കൊണ്ട് അവനെ പരിചരിക്കുവാനായിട്ട് പറയാണ്. ഈവൻ വെൻ ദേ അപ്പിയർ വീക്ക് ഓർ അൺഫെമിലിയർ, അവർ എപ്പോഴാണോ കഴിവില്ലാത്തവരായിട്ടും പരിചയമില്ലാത്തവരായിട്ടും നമ്മൾ അവരെ കാണപ്പെടുന്നത്, ആ സമയത്തും നമ്മൾ അവരെ ആ രീതിയിൽ തന്നെ പരിചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ 14ാമത്തെ പേജിലേക്ക് പോവുകയാണ്. ലെറ്റസ് റീകോൾ ആൻഡ് ക്രിയേറ്റ്, അതായത് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുത്ത് പുനരാവിഷ്കരിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Go through the story again and list the physical and other traits of the old man. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ കഥയിലൂടെ പോയി ഇവിടെയുള്ള ശാരീരിക സ്വഭാവം ഓഫ് ഓൾഡ് മാൻ, ആ ഓൾഡ് മാന്റെ ശാരീരിക സ്വഭാവവും, അതുപോലെ തന്നെ അതർ ട്രേറ്റ്സ്, ബാക്കിയുള്ള സ്വഭാവങ്ങളും ആരുടെയൊക്കെ കണ്ടുപിടിക്കണം? അതർ ട്രേറ്റ്സ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്വഭാവ സവിശേഷതകളും, ശാരീരിക സ്വഭാവ സവിശേഷതയും ബാക്കിയുള്ള സ്വഭാവ സവിശേഷതയും ആരുടെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓൾഡ് മാൻ, വാർദ്ധക്യത്തിൽ ആ വൃദ്ധന്റേത്, പലേയോയുടേത്, ആൻഡ് എലസെൻഡ. അപ്പൊ ഇവിടെ നമ്മൾ 3 ട്രേറ്റ്സുകളാണ് നമ്മൾ എടുത്തു വന്നിരിക്കുന്നത്. 1 ഫിസിക്കൽ ട്രേറ്റ്സ്, 2 പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, 3 സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻ ദ സ്റ്റോറി. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന
ഓൾഡ് മാൻ ആണ്. അപ്പൊ അവന്റെ ഫിസിക്കൽ ട്രെയിൻസ്, അതായത് അവന്റെ ശാരീരികമായിട്ടുള്ള അവന്റെ സ്വഭാവഘടന എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ട്രെയിൻസ്. ഹി ലുക്സ് എക്സ്ട്രീംലി ഓൾഡ് ആൻഡ് ഫ്രെയിൽ. അതായത് അവൻ വളരെയധികം എന്താണ്, വാർദ്ധക്യത്തിലുള്ള ഒരാളായിട്ടും വളരെയധികം തളർന്നിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ശക്തിയില്ലാത്തവനായിട്ടും കാണപ്പെടുന്നു. എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ്, അതായത് അവന്റെ തലയിൽ വളരെ കുറച്ച് മുടികളേ ഉള്ളൂ. ഓൺ ഹിസ് ബാൾഡ് ഹെഡ്, അവന്റെ കഷണ്ടി തലയിൽ വളരെ കുറച്ച് മുടികളേ ഉള്ളൂ. ആൻഡ് ബെയർലി എനി ടീത്ത്, അവന് വളരെ ചെറുതായിട്ട് വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ. അവന്റെ ശരീരത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണെന്ന് ഓർക്കണം കേട്ടോ. ലുക്സ് ഓഫ് ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അവൻ എങ്ങനെയാണ് ഒരു ഡ്രെഞ്ച്ഡ് ആയിട്ട്, അതായത് മടുത്ത അല്ലെങ്കിൽ ഈ സോക്ക്ഡ്, അതായത് മഴയത്തോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർന്ന് കയറി വന്നിരിക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു പിതാമകനെ പോലെയാണ് അവനെ കാണപ്പെട്ടത്. മഡ് എൻക്രസ്റ്റഡ് വിങ്സ്, മഡ് എൻക്രസ്റ്റഡ് വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ചെളിയിൽ മൂടിക്കഴിഞ്ഞ അല്ലെങ്കിൽ ചെളി പറ്റിയിരിക്കുന്ന ആ വിങ്സ്, ചിറകുകളാണ് അവനുള്ളത്. പിന്നെ എന്താ, മിസ്റ്റീരിയസ് ഒറിജിൻ വിത്ത് വിങ്സ്, അവന്റെ ആ ചിറകുകൾ എങ്ങനെയാണ് അവനിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ അവന്റെ ശരീരം ഒരു ചിറകോട് കൂടിയാണ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യമാണ് അവന്റെ ശരീരത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനിയും ഒത്തിരി പറയാം, ഞാൻ ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമതായിട്ട് ദ ഓൾഡ് മാൻസ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അതായത് അവന്റെ വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങൾ, ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ. ആദ്യം അവന്റെ ശരീരത്തിന്റെ സ്വഭാവമാണ് പറഞ്ഞത്, ഇനി ഓൾഡ് മാൻസ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അവന്റെ വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എക്സ്ട്രീംലി പേഷ്യന്റ്, അവൻ വളരെയധികം ശാന്തതയുള്ളവനാണ്. ക്വയറ്റ്ലി മിസ്റ്റീരിയസ്, അവൻ വളരെയധികം ഒരു രഹസ്യാത്മതയോട് കൂടി നിൽക്കുന്നവനാണ്. പീസ്ഫുൾ ആൻഡ് നോൺ വയലന്റ്, അവൻ സമാധാനത്തിൽ നിൽക്കുന്നതിനും അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള വയലൻസ്, അക്രമങ്ങളും അവൻ ഉണ്ടാക്കുന്നില്ല. ഡിറ്റാച്ച്ഡ് ഫ്രം ഫ്രെയിം ഓർ അറ്റൻഷൻ, അവൻ യാതൊരു രീതിയിലുള്ള ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടോ ജനമധ്യത്തിലേക്കോ വരുന്നതിനോ വേണ്ടി യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. റെസിലന്റ് ആൻഡ് എൻഡ്യൂറിങ്, അവൻ പിന്നീട് എങ്ങനെയാണ് റെസിലന്റ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അവൻ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന്റെ ആ മാനസിക അവസ്ഥയിൽ അവൻ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ പ്രയാസങ്ങളിലൂടെ കടന്ന് മുൻപോട്ട് പോവുകയാണ്, എൻഡ്യൂർ ചെയ്ത് അവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അടുത്തതായിട്ട് ഓൾഡ് മാൻ സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ആ മനുഷ്യന്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ഓഫ് പ്രസൻസ് ഓഫ് ഹെവൻലി സൈൻ ഓൺ എർത്ത്, അവൻ സ്വർഗത്തിന്റെ ഒരു അടയാളം ഭൂമിയിൽ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടാമതായിട്ട് മിറർ ടു ഡെവലപ്പ് ബെറ്റർ ഹ്യൂമൻ ബിഹേവിയർ, അവനെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവനോടുള്ള ആ പെരുമാറ്റ രീതി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അവനെ ഒരു കണ്ണാടിയായിട്ട് കണ്ടുകൊണ്ട് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന്, ബെറ്റർ നല്ല ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ സ്വഭാവം നമ്മളിൽ അവനെ കണ്ടുകൊണ്ട് അതുവനെ പോലെ പേഷ്യൻസും ദയയും ഒക്കെയുള്ള ഒരു വ്യക്തിയായി മാറണം. ഏജന്റ് ഓഫ് ഹീലിംഗ് ടു ദ സിക്ക്, അതേ സമയത്ത് തന്നെ അവൻ വന്ന അന്ന് തന്നെ ഒരാളെ അവൻ സിക്കിനെ ഹീൽ ചെയ്തു, അതായത് രോഗിയെ അവൻ സുഖപ്പെടുത്തി, കുഞ്ഞിനെ അതുപോലെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ഒരുവനായി തീരണം നമ്മളും. റിപ്രസെന്റേഷൻ ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് മിസ്റ്ററി, അവൻ വിശ്വാസത്തെയും അതുപോലെ തന്നെ രഹസ്യത്തെയും അവൻ ഒരേപോലെ തന്നെ ജനങ്ങളുടെ മുൻപിൽ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ പോവുകയാണ് രണ്ടാമതായിട്ട് ഫെലോയോയുടെ ഫിസിക്കൽ ട്രേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫിലായോയുടെ ഫിസിക്കൽ ട്രേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓർഡിനറി അപ്പിയറൻസ്, അവനെ സാധാരണക്കാരനെ പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഹീസ് പോർട്രേഡ് ആസ് എ ടിപ്പിക്കൽ റൂറൽ മാൻ, അവനൊരു സാധാരണ ഗ്രാമവാസിയായിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രോങ് ആൻഡ് കേപ്പബിൾ, അവന്റെ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. കാരണം എന്താണ്, ഹി ഡ്രാഗ്സ് ദ ഏഞ്ചൽ, അവൻ ആ ഏഞ്ചലിനെ വലിച്ചു കൊണ്ടുപോകുന്നു മഡിൽ നിന്നും. ആൻഡ് ലോക്സിമിനെ ചിക്കൻ കൂപ്പ്, അവനെ എന്നിട്ട് ഒരു ചിക്കൻ കൂപ്പിനകത്ത് കൊണ്ടുവന്ന് അടയ്ക്കുന്നു. ഫെറ്റീഗ്ഡ് ബട്ട് എനർജറ്റിക്, അവൻ വളരെയധികം ടയേർഡായി കാണുന്നു, പക്ഷെ അപ്പോഴും അവൻ വളരെയധികം ആരോഗ്യമുള്ളവനെ പോലെ കാണപ്പെടുന്നു. പിന്നെ ഫിലേയോയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തെല്ലാമാണ്? ഫിലേയോയുടെ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ മനുഷ്യനാണ്. എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമെന്ന് കരുതി അവനെ താഴെ തന്നെ കൊണ്ടുപോയി അവനെ അടച്ചിടുന്നു. അതുപോലെ റെസ്പോൺസിബിൾ, ഒരു വടിയുമായിട്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്.
മൂന്നാമതായിട്ട് ഫിയർഫുൾ, ഇവൻ തന്റെ കുടുംബത്തെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഓപ്പർച്യൂണിസ്റ്റിക്, അവസരത്തിനൊത്ത് അവൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ട് പണം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം കിട്ടി. ആ ഓപ്പർച്യൂണിസ്റ്റിക് അവൻ അത് ചെയ്തെടുത്തു. ഡിറ്റാച്ച്ഡ്, ഇവന് യാതൊരു വിധത്തിലുള്ള വലിയ സ്നേഹവും ആ മനുഷ്യനോട് യാതൊരു സ്നേഹവും അവന് കാണുന്നില്ല. ഇൻഡസ്ട്രിയസ്, അവൻ വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അവന്റെ പേഴ്സണാലിറ്റി, സ്വഭാവം. ഇനി മൂന്നാമതായിട്ട് അവന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി, റിപ്രസെന്റ്സ് ഓർഡിനറി പീപ്പിൾ. അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഇന്ന് ഈ കഥയിൽ കാണപ്പെടുന്നത്. കാറ്റലിസ്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹിസ് ലൈഫ്, അതായത് അവന്റെ ജീവിതത്തിന് ഒരു മാറ്റം അല്ലെങ്കിൽ ജീവിത ശൈലിക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നവനാണ്. റിഫ്ലക്ഷൻ ഓഫ് മോറൽ അംബിഗ്വിറ്റി, അതായത് അവൻ എന്താ പറയുന്നത്, ഒന്നുകിൽ അവൻ ക്രൂരനും, അംബിഗ്വിറ്റി എന്തോ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോകുന്ന ഒരു രീതിയാണ്. അതായത് അവൻ ശരിക്കു പറഞ്ഞാൽ ക്രൂരനുമല്ല, എന്നാൽ അവനൊരു ദയുള്ളവനുമല്ല. ചില സമയത്ത് അവൻ ക്രൂരനായിട്ട് തോന്നും, ചില സമയത്ത് അവൻ ദയുള്ളവനായിട്ട് തോന്നുന്ന ഒരു തരം മോറൽ അംബിഗ്വിറ്റിയാണ് അവനിലുള്ളത്. കൃത്യമായിട്ടൊന്നും പറയുവാൻ പറ്റാത്തത്. കോൺട്രാസ്റ്റ് ടു ഏഞ്ചൽ, അതായത് അവൻ ആ ഏഞ്ചലിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ യാതൊരു വിധത്തിലും ഏഞ്ചലുമായിട്ട് ഒത്തുപോകുന്നില്ല, നേരെ വിപരീത സ്വഭാവമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എലിസണ്ടയെ കുറിച്ചാണ്. അപ്പൊ എലിസണ്ടയുടെ ഫിസിക്കൽ ട്രൈറ്റ്, അവളുടെ ശാരീരിക രീതി എങ്ങനെയാണ്? എലഗന്റ് അപ്പിയറൻസ്. ലേറ്റർ ഇൻ ദ സ്റ്റോറി അവള് കഥയുടെ അവസാനമായപ്പോഴത്തേക്കും നല്ല അടിപൊളി ഷൂ ഒക്കെ ഇട്ട് ഒരു എലഗന്റ്, കണ്ടു കഴിഞ്ഞാൽ നല്ല ചാതുര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നു. ഡൂയിങ് പ്രാക്ടിക്കൽ വർക്ക് ഫ്രം ഏർലി ഓഫ് ദ സ്റ്റോറി, അതായത് അവൾ എന്താ ചെയ്യുന്നത്? പ്രാക്ടിക്കൽ വർക്ക്. അവർക്ക് കാണുന്നത് തന്നെ കുഞ്ഞിനെ അവൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽ വർക്ക്, അവളുടെ വീട്ടിലുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു വർക്കിലാണ് കാണുന്നത്. നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഫേഷ്യലി, അവളെ എങ്ങനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും? അവളുടെ മുഖമൊക്കെ എങ്ങനെയാണെന്നോ അവളുടെ ശരീരഭംഗി ഫിസിക്കലി ഡിസ്റ്റന്റ് ഫ്രം ഏഞ്ചൽ. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവള് ശാരീരികമായിട്ട് അല്പം ദൂരം അവൾ എപ്പോഴും അവളുടെ കുടുംബത്തിന്റെ വർക്കുകളുമായിട്ട് അവൾ കൂടുതൽ ബന്ധത്തിലായിരിക്കുകയാണ്. അപ്പൊ ഇനി രണ്ടാമതായിട്ട് എലിസണ്ടയുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അവളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെയാണ്? ലവിങ് മദർ, അവൾ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്. പ്രാക്ടിക്കൽ, ഓരോ കാര്യങ്ങളുടെ ആ മനുഷ്യൻ വന്ന സമയം കൊണ്ട് അവനെ കൊണ്ട് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വീട് നടക്കുന്നതിനും ഒക്കെ അവൾ മുൻകൈ എടുത്ത് കൂടെ ചേർന്നിട്ടുണ്ട്. എമോഷണലി ഡിറ്റാച്ച്ഡ്, അവൾക്ക് ഇത്രയും പണമൊക്കെ ഉണ്ടാക്കി തന്നിട്ടും അതിനോട് യാതൊരു സ്നേഹവും ഉണ്ടായിട്ടില്ല. മെട്രിക്കലിസ്റ്റിക്സ്, അവൾ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത് പണം കണ്ടെത്താനായിട്ട് സാധിച്ചു. റിസോഴ്സ്ഫുൾ, അവൾ എങ്ങനെയാണ് പദ്ധതികളൊക്കെ തയ്യാറാക്കേണ്ടതെന്ന് അവൾ കൂടിയെടുത്തു. റിലീവ്ഡ് ആൻഡ് ലോങ്ങിങ് ടു റിട്ടേൺ ടു നോർമസി, അതായത് അവളുടെ ആ ഒരു മനസമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊരു ബേർഡനായി തീർന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കി മനസമാധാനം തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. ഇനി എന്താണ് എലിസണ്ടയുടെ സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി? അവളുടെ പ്രാധാന്യം എന്താണ് ഈ കഥയിൽ? മെറ്റീരിയൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ഭൗതികമായിട്ടുള്ള ധനം സമ്പാദിക്കുന്നതിനോടൊരു വലിയ ആഗ്രഹം അവൾക്കുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്, അവള് നമ്മൾക്ക് കാണുന്ന വരുന്നത് എന്താണ്? പണം വരുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാറുന്നു എന്നുള്ളതിന്റെ ഒരു മാറ്റത്തിന്റെ സിമ്പിളായിട്ട് നമുക്ക് കാണാം. സിമ്പിൾ ഓഫ് എമോഷണൽ ഡിസ്റ്റൻസ്, അതായത് ഒരു മനുഷ്യനോടും വലിയ ഒരു ബന്ധം സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയായ പോലെയാണ് അവള് ആ ഏഞ്ചലിന്റെ അടുത്ത് പെരുമാറുന്നത്. ഇൻസ്ട്രുമെന്റ് ഫോർ കൊമേഴ്സ്യലൈസേഷൻ, അവൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ആ ഏഞ്ചലിനെ വിറ്റ് പ്രദർശന വസ്തുവാക്കി കാശാക്കുന്നതിന് മിടുക്കിയായി തീർന്നിരിക്കുന്നു. കോൺട്രാസ്റ്റ് ടു ഏഞ്ചലിന്റെ സ്വഭാവവുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. എ ലെൻസ് ഫോർ റീഡേഴ്സ് റിഫ്ലക്ഷൻ, നമ്മളെ തന്നെ അവളുടെ സ്വഭാവവുമായിട്ട് സാദൃശ്യമുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ലെൻസ് പോലെ നമുക്ക് ഈ കഥാകൃത്ത് അവളെ നമ്മളുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.